പ്രായം കൂടുമ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കവും ഇലാസ്റ്റിസിറ്റിയും കുറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണം. പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് 25-30 വയസ്സിന് ശേഷം കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഗണ്യമായി കുറയുന്നു. സ്ത്രീകളിലാണെങ്കിൽ മെനപ്പോസിന് ശേഷമുള്ള 5 വർഷത്തിൽ 30% കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മദ്യപാനം, പുകവലി, അമിതമായി വെയിലുകൊള്ളുന്നത്, ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, എയർ പൊല്യൂഷൻ, ഡീഹൈഡ്രേഷൻ, ജങ്ക് ഫുഡ്സിൻ്റെ ധാരാളമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെയും കൊളാജൻ പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണങ്ങളാണ്. കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മൈക്രോ നീഡലിംഗ്, കെമിക്കൽ പീലിംഗ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. എന്നിരുന്നാലും സമീകൃത ആഹാരം കൊണ്ടും ജീവിതശൈലിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടും കൊളാജൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും. കൊളാജൻ്റെ സ്വാഭാവിക ഉൽപ്പാദനത്തിന് നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പേരയ്ക്ക, ഓറഞ്ച്, മുന്തിരി, കിവി, പപ്പായ, നെല്ലിക്ക തുടങ്ങിയ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി തുടങ്ങിയ പഴങ്ങൾ, വാൾനട്ട്, കാഷ്യൂ, ആൽമണ്ട് തുടങ്ങിയ നട്ട്സ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സെസെയിം, സൺഫ്ലവർ സീഡ് തുടങ്ങിയ സീഡ്സ്, കളർഫുൾ വെജിറ്റബിൾസ് ആയിട്ടുള്ള തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ നെയ്യ് വെറും വയറ്റിൽ ഒരു സ്പൂണ് കഴിക്കുന്നത് നമ്മുടെ കൊളാജൻ്റെ സ്വാഭാവിക ഉൽപ്പാദനത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി നോൺ വെജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുട്ട, അതുപോലെ തന്നെ മത്തി, സാൽമൺ, തിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങൾ, ചിക്കൻ ബ്രോത്ത്, ചിക്കൻ സ്കിന്ന്, റെഡ് മീറ്റ്, പോർക്ക് ഇവയെല്ലാം കൊളാജൻ്റെ സ്വാഭാവിക ഉൽപ്പാദനത്തിന് സഹായിക്കുന്നതാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട പ്രധാന മാറ്റങ്ങളിലൊന്നാണ് ഉറക്കം. നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദിവസവും ഒരു 6 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊളാജൻ ഉൽപ്പാദനം സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ആക്കി വെക്കുക. അതിനുവേണ്ടി ഏതെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഹാഷായിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യുന്നതിന് പകരം പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നാച്ചുറൽ വേയിൽ നോക്കുകയാണെങ്കിൽ തൈരും തേനും കൂടിയിട്ടുള്ള മിശ്രിതം യൂസ് ചെയ്ത് ഒരു 20 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ സെസെയിം ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ മസാജും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബ്രൈറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ കൊളാജൻ്റെ ഉൽപ്പാദനം സ്വാഭാവികമായിട്ടും കൂട്ടാൻ സാധിക്കുന്നതാണ്.